പായസം വെച്ചാണ് കേട്ടോ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. ഇന്നിവിടെ മലയാളി സമാജത്തിൻ്റെ അല്ല, പകരം ഇവിടെ എറണാകുളത്തിലുള്ള മലയാളികൾ കുറച്ച് ആൾക്കാർ ഒന്നിച്ച് കൂടുകയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പായസം ഉണ്ടാക്കുകയാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. കഴിഞ്ഞ വീക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് എറണാകുളം ന്യൂൺബർഗ് മലയാളി സമാജത്തിൻ്റെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അന്ന് ഫുഡ് നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അവിടെ പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നു അവർ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വോളണ്ടിയർ ആയിട്ട് നമുക്ക് ഏത് റെസിപ്പിയാണോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അത് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ പാൽപ്പായസവും പുളിശ്ശേരിയുമാണ് ചൂസ് ചെയ്തത്. പാൽപ്പായസം എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയത് സേമിയ പായസമാണ്. പിന്നെ കൂടാതെ ആപ്പിൾ പുളിശ്ശേരി കൂടി ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് 4 ലിറ്റർ പായസമാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1.5 ലിറ്റർ പാലിൽ സേമിയ വേവിച്ചെടുത്തു. 1.5 ലിറ്റർ പാലിൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ടുണ്ട്, അത് കുറച്ച് മാത്രം. 3.5 ഫാറ്റിൻ്റെ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പായസം എന്തായാലും ടേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ വേവിച്ചെടുത്ത ശേഷമാണ് ഞാൻ പാല് ഫുള്ളായിട്ട് കൂട്ടിയത്. പിന്നെ പാല് തിളപ്പിക്കാൻ വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ളായി കൂട്ടിയാൽ പാത്രത്തിൽ നിന്ന് തിളച്ച് മറിയാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷേ പായസത്തിന് ടേസ്റ്റ് കുറവൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് സാമൂലരി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചായി കൂട്ടി, ഇനി തിക്നെസ് കൂടണ്ടെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ പായസത്തിന് അധികം എൻ്റെ ഇടപെടൽ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് മതിയാക്കി ഇവിടെ തിളക്കാൻ വെച്ച ശേഷം ഞാൻ ആപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ അധികം പാചകം പഠിക്കാത്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് യൂട്യൂബൊക്കെ കണ്ട് പഠിച്ചതുകൊണ്ട് ഞാൻ ഈ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഞാൻ ആപ്പിൾ പുളിശ്ശേരി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതുവരെ, അല്ലാതെ ഉണ്ടാക്കിയത് വളരെ കുറവാണ്. അപ്പോൾ ആപ്പിളിനെല്ലാം മുറിച്ച് പായസം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ആപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഏകദേശം ആവുന്നുണ്ട്. അപ്പോഴേക്ക് വിഹാൻ ഇവിടെ അടുത്ത ഫുഡ് റെഡിയാക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചത് ആൺകുട്ടികളെങ്ങനെ കുക്കിംഗ് സെറ്റൊന്നും എടുത്ത് കളിക്കില്ലെന്നായിരുന്നു. പക്ഷേ ഇവനിങ്ങനെ കുക്കിംഗ് സെറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവന് ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും കൂടുതൽ കളിക്കുന്നതും കുക്കിംഗ് സെറ്റ് ഉപയോഗിച്ചാന്ന് തോന്നുന്നു എനിക്ക്. കുറച്ച് മുമ്പൊക്കെ നാട്ടിൽ പോകുന്നതിന് മുമ്പൊക്കെ ലെഗോസ് അങ്ങനത്തെ ബ്ലോക്സ് ജൻകയൊക്കെ ഉപയോഗിച്ചായിരുന്നു കളിച്ചുകൊണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് കുക്കിങ്ങിലോട്ട് ഇഷ്ടം കൂടിയിട്ടുണ്ട്. കക്ഷിക്ക് ഏലക്ക ഇട്ടത് ഒന്ന് പൊടിഞ്ഞില്ല എന്നല്ല, മിക്സായില്ല, അതുകൊണ്ട് അതിനെ ഉടക്കുകയാണ് കേട്ടോ. ഇത് വേറൊന്നുമല്ല, ഏലക്കപ്പൊടിയാണ്. പായസം ഏകദേശം അതിൻ്റെ തിക്നെസ് കറക്റ്റായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആപ്പിൾ പുളിശ്ശേരിക്കുള്ള ആപ്പിൾ വെച്ചു, അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, പിന്നെ അതിലോട്ട് ഉപ്പ് ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി കുക്കർ വിസിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇത് പെട്ടെന്ന് വേവുന്നൊരു സാധനമാണ്. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആപ്പിൾ പുളിശ്ശേരി നല്ല ടേസ്റ്റാണ്. ഇത് ആപ്പിളാണെന്ന് അധികം ആർക്കും മനസ്സിലാവാറുമില്ല. ഇത് വേവാൻ വെക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, തേങ്ങ അരച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് തന്നെ ആപ്പിൾ എന്തായാലും വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഈ അരച്ച സാധനം ആപ്പിളിലോട്ട് ചേർക്കാം. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ വാങ്ങിച്ചത് കുറച്ച് ക്രീമി യോഗേർട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഇത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് മിക്സിയിൽ. അതായത് ഇത്രയും യോഗേർട്ട് ഞാൻ തീർത്തിട്ടുണ്ട്. ഇത്രയും യോഗേർട്ട് ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഉപ്പിന് കുറച്ച് വ്യത്യാസം വന്നു. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കി ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി പുളിശ്ശേരിക്ക് വറുക്കാം. പുളിശ്ശേരിക്കല്ല കേട്ടോ, ആദ്യം നമുക്ക് പായസത്തിന് വറുക്കാം. മുന്തിരി അണ്ടിപ്പരിപ്പും വറുക്കുന്നുണ്ട്. അത് വറുത്ത ശേഷം നമുക്ക് പുളിശ്ശേരിക്ക് വറുക്കാം. ഇതിപ്പോൾ എന്തായാലും വേറെ ഒരാളോട് പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്, ഒരാളുകൂടി പാൽപ്പായസവും ഉണ്ടാക്കുന്നുണ്ട്. അറിയില്ല അവരേതാ ഉണ്ടാക്കുന്നതെന്നും എനിക്കറിയില്ല. മിക്കവാറും അരിയുടെ അമ്പലപ്പുഴ പാൽപ്പായസം പോലെയുള്ള അങ്ങനത്തെ പായസം ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ പുളിശ്ശേരിക്ക് വറുക്കാൻ വേണ്ടി കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം ഇട്ട് പുളിശ്ശേരിക്ക് കൂടി വറുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പണി ആയിട്ടുണ്ട്. ഇനിയുള്ളത് അടുത്ത ക്ലീനിങ് വർക്കാണ്. പുളിശ്ശേരി കളറ് കുറച്ച് കുറവുള്ളത് പോലെ എനിക്ക് തോന്നി, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് കഴിഞ്ഞു. പായസമായി, പുളിശ്ശേരിയായി. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിങ്ങനെ തന്നെ വെച്ച് ഓണപ്പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നല്ല ടയേർഡായിരിക്കും. ആ സമയത്ത് നല്ല മടിയാവും ഇതൊക്കെ ഇങ്ങനെ കണ്ടാൽ. അപ്പോൾ പോകുന്ന സമയത്ത് തിരിച്ച് വന്ന് കയറുന്ന സമയത്ത് വീട് ക്ലീൻ ആയിരിക്കണം എന്നുള്ള എനിക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മൊത്തത്തിൽ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. തണുപ്പുണ്ടെങ്കിലും ജസ്റ്റ് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഡോറൊക്കെ തുറന്നു ഒരുവിധമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുപ്പ് കുറവാണ്, അതുകൊണ്ട് സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല വെതറാണ്. ഇപ്പോൾ ഓട്ടം സീസൺ തുടങ്ങുന്നതിൻ്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ഇലകളുടെയൊക്കെ കളറ് മാറിയിട്ടുണ്ട്. ഇനി 1 മാസം കൂടി കഴിഞ്ഞാൽ ഏകദേശം കളർ ഫുള്ളായിട്ട് മാറും. ഇനിയിപ്പോൾ ഉണ്ടാക്കിയ പായസവും പുളിശ്ശേരിയും ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റണം കൊണ്ടുപോകാൻ വേണ്ടി. പിന്നെ എല്ലാം സടപടേന്നായിരുന്നു. എല്ലാം സ്ട്രോളറിലോട്ട് കയറ്റി വെച്ചു. സാരി എടുത്തു, കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് ലൈറ്റ് ജാക്കറ്റൊന്നും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. എല്ലാവരും എത്തിയപ്പോൾ തന്നെ സദ്യ തുടങ്ങി. സദ്യക്ക് ഒരുപാട് കറികളുണ്ടായിരുന്നു. എല്ലാവരും വ്യത്യസ്തമായ കറികളായിരുന്നു കൊണ്ടുവന്നത്. പച്ചടി, കിച്ചടി, സാമ്പാർ, അവിയൽ, തോരൻ, അങ്ങനെ ഒരുവിധം എല്ലാ കറികളും ഉണ്ടായിരുന്നു. അതുകൂടാതെ 2 തരം പ്രഥമനും 2 തരം പാൽപ്പായസവും ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയ ശേഷം നമ്മൾ ഗെയിംസ് തുടങ്ങി. കുട്ടികളുടെ കസേരക്കളി, വലിയവരുടെ കസേരക്കളി, സാരി ഉടുക്കൽ, ലെമൺ സ്പൂൺ, സുന്ദരിക്ക് പൊട്ടുതൊടൽ, അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ കളികളും ഉണ്ടായിരുന്നു. വടംവലി ഉണ്ടായിരുന്നു. സത്യത്തിൽ കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക ഫെസ്റ്റിവൽസും നമ്മളിവിടെ മലയാളികൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെയുള്ള കുട്ടികൾക്ക് നമ്മുടെ കേരള സംസ്കാരം മനസ്സിലാക്കാനും എല്ലാറ്റിനും ഒന്നും ഹെൽപ്ഫുള്ളായിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്.
പിന്നെ ഒരു സെലിബ്രേഷൻ വരുമ്പോൾ ഒത്തുകൂടുക, ഒരുപാട് ആൾക്കാർ ഒത്തുകൂടുക എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ മാത്രം സവിശേഷതയായിരിക്കും. കേരളത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടെങ്കിലും കേരളത്തിൻ്റെ സംസ്കാരം, ആ ട്രഡീഷൻ നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ റെയർലി കാണുന്നവരാണ്. കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മൾ കൂടുതലും കാണാറുള്ളൂ. പുതിയ ആൾക്കാർക്ക് ഇവിടുത്തെ ഫെലോ കേരളീസിനെ മീറ്റ് ചെയ്യാനും പിന്നെ ജോബിനായാലും അല്ലെങ്കിൽ ഇമോഷണലി സപ്പോർട്ടിനായാലും ഇതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ എപ്പോഴും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മലയാളികളെ കണ്ടുകൂടാമെന്ന് വിചാരിച്ച് രക്ഷപ്പെട്ടു വരുന്നവരുണ്ട് കേട്ടോ ജർമ്മനിയിലോട്ട്. അവരിങ്ങനെയുള്ള പ്രോഗ്രാമിനും പങ്കെടുക്കാറില്ല. അപ്പോൾ ഈ പ്രോഗ്രാം എന്തായാലും നന്നായിരുന്നു, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത നല്ലൊരു പ്രോഗ്രാമായിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.